ഹബീബി കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അത് ഞാൻ ആരാന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളെ ഊക്കിയ ആൾക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. സ്റ്റോറി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം. ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ഫാൻസിനും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം കഥ എന്താണ്. എന്നാലും ഞാനൊന്നും പറയാതെ, അതായത് കഴിഞ്ഞ IPL സീസണിൽ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ വലിയ തുക കൊടുത്തിട്ട് മുംബൈ തിരിച്ചു കൊണ്ടുവന്നു. ഈ തിരിച്ചു കൊണ്ടുവന്നപ്പം നമ്മുടെ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി എടുത്തിട്ട് ഹാർദിക്കിന് കൊടുത്തു. ഇതിനുശേഷം നമ്മുടെ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനായിട്ട് വന്നു. ആദ്യം കുറേ കളികളിൽ തോറ്റു തുന്നം പാടി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ കുറ്റം പറയുന്നു, ഹാർദിക്കിനെ കുറ്റം പറയുന്നു, രോഹിത്തിനെ എന്തിനൊഴിവാക്കി എന്നുള്ള പല ജാതി സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചാള കുളവാക്കി ഇങ്ങനെ IPL പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ്റെ ടീമുമായിട്ട് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ വെൽക്കം ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഒരുത്തം പോലും അയാളെ ഒന്ന് ക്ലാപ്പ് ചെയ്യുമോ, അയാൾക്ക് വേണ്ടി ഒന്ന് ക്ലാപ്പ് ചെയ്യുമോ, അയാളുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ സഞ്ജു ഇങ്ങനെ കൈകൊണ്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ക്ലാപ്പ് ചെയ്യാത്ത ഇവന്മാർ, ഈ ഫാൻസ് എന്ന് പറയുന്നവന്മാർ ആ ഗ്രൗണ്ടിൽ കൂടി ഈ കളിയുടെ സമയത്ത് ഒരു പട്ടി നടന്നു പോയപ്പം ആ പട്ടിയൊക്കെ ഹാർദിക് പാണ്ഡ്യ എന്ന് വിളിച്ച് കളിയാക്കി. ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ എത്രത്തോളം ഇവന്മാർ തരം താഴ്ത്തി എന്നുള്ളത്. ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ, ഇന്ത്യയുടെ ഒരു ഓൾറൗണ്ടർ, യുവരാജ് സിംഗിന് ശേഷം അല്ലെങ്കിൽ മുഹമ്മദ് കൈഫിനൊക്കെ ശേഷം സുരേഷ് റെയ്നയ്ക്കൊക്കെ ശേഷം ഇന്ത്യൻ ടീമിൽ ബോളിങ്ങും ബാറ്റിങ്ങും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ലൊരു സ്റ്റാർ ഓൾറൗണ്ടറാണ്. അയാളെയാണ് ഒരു പട്ടി എതിരെ കടന്നു പോയപ്പോൾ പട്ടി ഹാർദിക് പാണ്ഡ്യ എന്ന് വിളിച്ചത്. അതിനുശേഷം ഈ IPL നടക്കുന്ന സമയത്ത് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ആയിരുന്നു. അയ്യോ എൻ്റെ പൊന്നാളി, ആ സമയത്തൊക്കെ എന്തോ ആയിരുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യക്കെതിരെയും പിന്നെ കോച്ചിനും BCCക്കും എതിരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറഞ്ഞു. ഇന്ത്യൻ ടീം USA-ലും വെസ്റ്റ് ഇൻഡീസിലും പോയി സെമിയിലെത്തി. അപ്പോൾ നമുക്ക് സെമിയിലൊക്കെ എത്തുമെന്നൊക്കെ ഉള്ള കാര്യമാണ്. ഫൈനൽ മാച്ച് ഞാൻ കണ്ടതാണ്. ഫൈനൽ മാച്ചിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഓവറുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലായിരുന്നു നമ്മുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട്. അയാൾ 20ാമത്തെ ഓവർ ആ മനുഷ്യനെ എറിഞ്ഞിട്ട് ഇന്ത്യ വിജയത്തിലെത്തിച്ചു. എല്ലാവരും പിന്നെ സന്തോഷമാകുന്നു. ഇന്ത്യ ഒരു 10-13 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് ഒരു ക്രിക്കറ്റിലെ ലോക കിരീടം കൊണ്ടുവരുന്നു. രോഹിത് ശർമ്മ പിന്നെ ഹാർദിക് പാണ്ഡ്യ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ വളരെ ഇമോഷണലായിട്ടുള്ള കുറേ രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടു. അതിനുശേഷം ഇന്ത്യൻ ടീം തിരിച്ച് കപ്പുമായിട്ട് ഡൽഹി വന്നു. അതിനുശേഷം മുംബൈയിൽ മറ്റേ ഞാൻ എന്താ പറയുക ഇന്ത്യൻ ടീമിനെ എന്താ പറയുക വരവേൽക്കുന്നു, റോഡ് ഷോയെ കാര്യങ്ങളൊക്കെ നടന്നു. ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ റോഡ് ഷോയുടെ ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2011 വേൾഡ് കപ്പ്, അതിനു മുമ്പ് 2007 വേൾഡ് കപ്പ്. എൻ്റെ മോനെ അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ രോമമൊക്കെ നിൽക്കുന്നു. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ എൻ്റെ പൊന്നോ, സ്വന്തം വീട്ടിലൊന്നും TV ഇല്ലാത്ത അയലോക്കത്തെ വീട്ടിലെ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരുന്ന് കണ്ട ഒരു വേൾഡ് കപ്പാണ് 2007 2020 വേൾഡ് കപ്പ്. ആ സമയത്ത് കപ്പൊക്കെ കിട്ടിയിട്ട് മുടി വളർത്തിയ ധോണിയും നമ്മുടെ ശ്രീശാന്തും എല്ലാവരും കൂടെ പിന്നെ എന്താ പറയുക കപ്പും കൊണ്ട് വന്ന് ഓപ്പൺ ബസ്സിലൊക്കെ വന്ന് ആ ഒരു മൊമെൻ്റൊക്കെ ഉണ്ടല്ലോ. അയ്യോ, അതൊക്കെ നമ്മളെ സംബന്ധിക്കുമ്പം ഇപ്പോഴും ഓർക്കുമ്പം രോമം ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. അതൊക്കെ അതായത് നമ്മളെ ക്രിക്കറ്റിനെ ഇങ്ങനെ ഭ്രാന്തമായിട്ട് സ്നേഹിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയൊരു കപ്പാണ്. അതും ഫസ്റ്റ് T20 വേൾഡ് കപ്പ്. അതൊക്കെ ഞാനിങ്ങനെ കാട് കയറി പോന്നു. എൻ്റെ പെട്ടെന്ന് എൻ്റെ മെമ്മറി ഇങ്ങനെ എന്താ പറയുക ഫ്ലാഷ് ബാക്കിലോട്ട് പോയി. ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇപ്പം അതേ സെയിം നമ്മളിപ്പോൾ പുതിയ എന്താ പറയുക 24 T20 വേൾഡ് കപ്പൊക്കെ നേടി കൊണ്ടുവന്നു. അവർക്ക് ഇതൊക്കെ കൊടുത്തതിന് ശേഷം മുംബൈ വാങ്കഡെ സ്റ്റേഡിയം, ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു പട്ടി ക്രോസ് ചെയ്ത് പോയപ്പം ഹാർദിക് പാണ്ഡ്യ എന്ന് വിളിച്ച അതേ ഓഡിയൻസ്, അതേ ആൾക്കാർ മുന്നിൽ അതേ സ്റ്റേഡിയത്തിലൂടെ അന്ന് വിളിച്ച ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ എന്താ പറയുക T20 വേൾഡ് കപ്പും പിടിച്ചോണ്ട് ആ സ്റ്റേഡിയത്തിലോട്ടൊരു വരവുണ്ട്. എൻ്റെ മോനെ, അതിനുശേഷം ഇയാളവിടെ വേദിയിൽ ഇരിപ്പുണ്ട്. രോഹിത് ശർമ്മയെ കമ്മിനേറ്റർ വിളിക്കുന്നു. രോഹിത് ശർമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേൾഡ് കപ്പിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് രോഹിത് പറയാൻ തുടങ്ങുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ 20ാമത്തെ ഓവർ അത് വളരെ ക്രൂഷ്യലായിരുന്നു, അവനത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ആ സ്റ്റേഡിയത്തിലൊരു ഏറ്റവും കുറഞ്ഞൊരു 50,000-ഓളം ഓഡിയൻസ് ഉണ്ട്. ഈ 50,000 പേരും രോഹിത്തിനെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കാതെ ഹാർദിക് പാണ്ഡ്യ എന്നുള്ള വിളിയുണ്ടല്ലോ. ആ സമയത്ത് അയാളുടെ ഒരു ചിരിയുണ്ട്.
ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ചിരിയും ആ ചിരി കഴിഞ്ഞിട്ട് വെച്ച് ഈ പറയുന്ന സ്റ്റേഡിയത്തിലെ ഓഡിയൻസിന് മൊത്തം അഭിവാദ്യം ചെയ്തിട്ട് ആ ചിരിക്കകത്തിലുണ്ട്. ആ ചിരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തന്നെ ഊക്കി വിട്ടവന്മാരുടെ മുന്നിൽ അവന്മാരെ കൊണ്ട് തൻ്റെ പേര് വിളിച്ച് കൈയടിപ്പിച്ച് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു കംബാക്ക് എന്നൊക്കെ പറയാനുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഈ എന്താ പറയുക മോട്ടിവേഷനും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഫെയിലായിപ്പോയി എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊട്ടിപ്പോകുന്നു തോന്നുന്ന സമയത്ത് എൻ്റെ മോനെ ഇങ്ങനെയൊക്കെയുള്ള ചില മൊമെൻറ്റുകളും ചില ആൾക്കാരെയും ഒന്ന് കണ്ടാൽ മതി. ഇതൊക്കെ നമ്മളെന്താ പറയുക, നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാനെ കൊണ്ടുള്ള ഫ്യൂവൽ ഇതൊക്കെ തന്നെ ആയിട്ട് കിട്ടും. ഇതെനിക്ക് ഇന്ന് ആ ഒരു ഇത് കാര്യം സോഷ്യൽ മീഡിയ തുറന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ത് തുറന്നാലും ഇതിനകത്ത് ഫുള്ള് കാണുന്നത് ഈ ഒരു സാധനമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് പറയണം. ഇത്രേ ഉള്ള കാര്യം. ഇന്ന് നമ്മുടെ ഒരു വീഴ്ചയിൽ നമ്മളെ കുത്തുന്നതും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നതും മുന്നിൽ നിന്ന് കുത്തുന്നതും സൈഡിൽ നിന്ന് കുത്തുന്നതും എവിടെ നിന്ന് കുത്തുന്നതുമാരെന്നേലും നാളെ നമ്മുടെ സക്സസ് കൊണ്ട് ആ സമയത്ത് നമ്മൾ ആരോടും പ്രതികരിക്കാൻ പോരുത്. നാളെ നമ്മുടെ സക്സസ് കൊണ്ട് നമ്മുടെ സക്സസ്സിലൂടെ ഈ കുത്തിയവന്മാരെ കൊണ്ട് തന്നെ നമുക്ക് വിളിപ്പിക്കണം. അവിടെയാണ് ഹീറോയിസം.